തത്വചിന്തയുടെ ആചാര്യനായിരുന്ന നാഗാർജുനൻ്റെ ശില്പവും കടന്ന് മുന്നോട്ടെത്തുമ്പോൾ നമ്മൾ അമരാവതിയിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന് മുന്നിലെത്തും. പുരാതന കാലത്ത് ധാന്യകാടകം എന്ന് വിളിച്ചിരുന്ന ഈ പ്രദേശം ക്രിസ്തുവിന് മുൻപ് 2-ാം നൂറ്റാണ്ട് മുതൽ ബുദ്ധമത കേന്ദ്രമായി വളർന്നിരുന്നു. വിജയവാഡയിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ അകലെയാണിത് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ അടങ്ങിയ മഹാസ്തൂപവും ഭിക്ഷുക്കളുടെ താമസ സ്ഥലവും അടങ്ങിയതായിരുന്നു അമരാവതിയിലെ പ്രധാന ആകർഷണങ്ങൾ. സാഞ്ചിയിലെ സ്തൂപം പോലെയുള്ള നിർമ്മിതി ഇവിടെയും ഉണ്ടായിരുന്നു. എന്നാൽ 12-ാം നൂറ്റാണ്ട് വരെ സജീവമായിരുന്ന ഈ കേന്ദ്രം പിന്നീട് ബുദ്ധമതത്തിൻ്റെ ക്ഷയത്തോടെ വിസ്മൃതിയിലാണ്ട് മണ്ണിനടിയിൽപ്പെട്ട് മറഞ്ഞു കിടന്നു. തകർന്ന ബൗദ്ധസ്തൂപവും അതിൻ്റെ നിർമ്മാണ ശൈലിയും പിന്നീട് ലോകത്തിന് വീണ്ടും പരിചയപ്പെടുത്തിയത് 1797 ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്ന കേണൽ മെക്കൻസി ആയിരുന്നു. എന്നാൽ 1815 ആദ്യത്തെ സർവേയർ ജനറൽ ആയി നിയമനം നേടി അമരാവതി സ്തൂപം സംരക്ഷണ പ്രവർത്തനങ്ങളുമായി മെക്കൻസി മുന്നോട്ടിറങ്ങിയപ്പോഴേക്കും നിരവധി ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. തദ്ദേശീയർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അവ ഉപയോഗപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു. അവശേഷിച്ചവയാണ് ഇന്ന് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചവ. ചുണ്ണാമ്പുകല്ലിലെ സൂക്ഷ്മമായ മനുഷ്യപ്രകൃതി ചിത്രീകരണമാണ് അമരാവതിയിലെ പ്രത്യേകത. 3 മുറികളിലും പുറത്തുമായി നിരവധി ശില്പങ്ങൾ ഇവിടെ കാണാനുണ്ട്. യഥാർത്ഥ വലിപ്പത്തിലുള്ള ബുദ്ധപ്രതിമ, ജീവൻ തുടിക്കുന്ന നന്ദിപ്രതിമ, ജാതകകഥയിലെ വിവിധ മുഹൂർത്തങ്ങൾ എന്നിവ കൂടാതെ ധർമ്മചക്രം, ബുദ്ധപാദം, അമരാവതി സ്തൂപത്തിൻ്റെ മോഡൽ, സ്തൂപത്തിൻ്റെ അടർന്ന വിവിധ ഭാഗങ്ങൾ എന്നിവയും ഇവിടെ കാണാം. അമരാവതിയിൽ നിന്ന് ഉത്ഖനനം ചെയ്ത് കിട്ടിയ വിവിധ വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ വിവിധ മ്യൂസിയങ്ങളിൽ അമരാവതി ശില്പങ്ങൾ ഉണ്ട്. ഇന്ത്യയിൽ കൽക്കത്ത, ചെന്നൈ മ്യൂസിയങ്ങളിൽ അമരാവതിയെ പ്രത്യേകമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബുദ്ധസ്തൂപത്തിൻ്റെ ചില ഭാഗങ്ങൾ. സ്തൂപത്തിൻ്റെ അടർന്നു പോയ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് സ്തൂപത്തിൻ്റെ മോഡൽ. മ്യൂസിയം കണ്ടതിന് ശേഷമാണ് അമരാവതിയിലെ ബൗദ്ധസ്തൂപം കാണാൻ പോയത്. ഇപ്പോൾ അത് തകർന്ന നിലയിലാണ്. ഒരു കാലത്ത് ചിത്രത്തൂണുകളാലും കൊത്തുപണികളാലും സമ്പന്നമായ അർദ്ധവൃത്താകൃതിയിലുള്ള താഴികക്കുടവും പ്രവേശന കവാടങ്ങളും പ്രദക്ഷിണപഥത്തിലെ കൽത്തൂണുകളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്തൂപത്തിൻ്റെ ഇഷ്ടിക ഭാഗങ്ങൾ കാലമെത്ര കഴിഞ്ഞിട്ടും യാതൊരു കേടുപാടും കൂടാതെ നിലനിൽക്കുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ഇവിടെ സന്ദർശിച്ച ഹുയാങ്സാങ് ഇവിടുത്തെ സജീവമായ ബൗദ്ധജീവിതം വിവരിച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് വായിക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് ബൗദ്ധസ്തൂപം. ഞാൻ ചുറ്റുപാടുമൊന്ന് നടന്നു നോക്കി. ക്രിസ്തുവിന് മുൻപ് 1-ാം നൂറ്റാണ്ട് മുതൽ AD 3-ാം നൂറ്റാണ്ട് വരെ
അമരാവതി കേന്ദ്രമാക്കി ഭരിച്ച ശതവാഹന ഭരണമാണ് അമരാവതിയെ കലയുടെയും കച്ചവടത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും പ്രധാന കേന്ദ്രമാക്കിയത്. അമരാവതി സ്തൂപത്തിൽ ബുദ്ധൻ്റെ ജീവിതം, ജാതകകഥകൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയുള്ള ശില്പങ്ങളും കൊത്തുപണികളും കൊണ്ട് സമ്പുഷ്ടമാക്കിയത് ശതവാഹന കാലഘട്ടത്തിലായിരുന്നു. ഇന്ന് ബുദ്ധ ജൈന മതങ്ങളുമായി ബന്ധപ്പെടുത്തി ശില്പനിർമ്മിതിയുടെ ശൈലി അപഗ്രഥിക്കുമ്പോൾ ഗാന്ധാര മധുര ശൈലികളെ പിന്തള്ളി സൂക്ഷ്മമായ രീതിയിൽ മാനുഷിക ഭാവങ്ങളെ ഉൾക്കൊണ്ട അമരാവതി ശൈലി ഇവിടെയാണ് പിറവിയെടുത്തത്. 2000-ലേറെ വർഷത്തെ ചരിത്രം പേറുന്ന അമരാവതി സ്തൂപമാണ് എൻ്റെ മുന്നിൽ. നമുക്ക് ചുറ്റുമൊന്ന് നടന്നു നോക്കാം. ഇന്ന് ഒരു അവധി ദിനമാണ്. എന്നിട്ടും ഒരേ ഒരു സന്ദർശകനായി ഞാൻ മാത്രം. സാഞ്ചിയിലും സാരനാഥിലും സന്ദർശിച്ചപ്പോൾ ശ്രീലങ്ക, ജപ്പാൻ, തായ്ലൻഡ്, ബർമ്മ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ ബാഹുല്യം കണ്ടിട്ടുണ്ട്. ഏറ്റവും വലിയ സ്തൂപമെന്ന് പേരുകേട്ട അമരാവതി ചരിത്രാന്വേഷികൾ സന്ദർശിക്കേണ്ടതാണ്. 2000-ലേറെ വർഷത്തിന് മുന്നിലെ അക്കാലത്തെ ജീവിതം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമരാവതി സ്തൂപ പരിക്രമണത്തിനായി ഞാൻ മുന്നോട്ട് നടന്നു. ചുറ്റും നടന്നുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാം.